NIOS +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിന് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് പോകാം. പ്രൊസീജിയർ ഫോർ എക്സ്പോർട്ട് ട്രേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ പ്രൊസീജിയർ നോക്കുമ്പോൾ ഒന്നാമത്തത് റെസിപ്റ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻസ്. അതായത് ഇമ്പോർട്ടർ ഓഫ് ഗുഡ്സ് ആദ്യം എന്ത് ചെയ്യും, എൻക്വയറി പല എക്സ്പോർട്ടേഴ്സിലേക്ക് സെൻഡ് ചെയ്യും. അതായത് ഇൻഫർമേഷനൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ റിക്വസ്റ്റ് ചെയ്യും. പ്രൈസ്, ക്വാളിറ്റി, ടേംസ് ഓഫ് പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആ ഒരു എൻക്വയറിക്ക് റിപ്ലൈ ആയിട്ട് എക്സ്പോർട്ടേഴ്സ് കൊട്ടേഷൻ സെൻഡ് ചെയ്യും. അതായത് ഈ പ്രോഡക്റ്റ്, പ്രൈസ്, ക്വാളിറ്റി, മോഡ് ഓഫ് ഡെലിവറി, ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതിനുശേഷം റെസിപ്റ്റ് ഓഫ് ഓർഡർ എടുക്കുന്നു, ക്രെഡിറ്റ് എൻക്വയറി നടത്തുന്നു, ഒബ്റ്റെയിനിങ് എക്സ്പോർട്ട് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദെൻ ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ നടത്തും, അല്ലെങ്കിൽ സാധനങ്ങൾ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ്. ദെൻ പ്രീ ഷിപ്മെൻറ്റ് ഇൻസ്പെക്ഷൻസ് നടത്തുന്നു, എക്സൈസ് ക്ലിയറൻസ് നടത്തുന്നു, പാക്കിംഗ് ആൻഡ് മാർക്കിംഗ് ഓഫ് ഗുഡ്സ്. അതിനുശേഷം പിന്നെ ഒരു ഫോർവേഡിങ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഡിസ്പാച്ച് ഓഫ് ഗുഡ്സ് ബൈ റെയിൽ ഓർ റോഡ്, റെയിൽ മാർഗോ റോഡ് മാർഗോ ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുന്നു. ഫോർമാലിറ്റീസ് ടു ബി കംപ്ലീറ്റഡ് ബൈ ഫോർവേഡിങ് ഏജൻറ്റ്, ആ ഒരു ഏജൻ്റ് ആയിരിക്കും ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് എക്സ്പോർട്ട് ഇൻവോയ്സ് ഓർ കോൺസുലർ ഇൻവോയ്സ്. ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജിലാണ് ഈ പറഞ്ഞ എക്സ്പോർട്ട് ഇൻവോയ്സിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഈ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ 4 P's കുറിച്ച് പഠിക്കാനുണ്ട്. അതായത് 4 P, മാർക്കറ്റിംഗ് മിക്സിലെ 4 P കോമ്പോണൻസ് ആണ്. മാർക്കറ്റിംഗ് മിക്സിൻ്റെ കോമ്പോണൻസ് ആണ്. എന്തൊക്കെയാണത്? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതാണ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ കോമ്പോണൻസ് കേട്ടോ, ഓർത്തോണം. പിന്നെ നമ്മൾ മാർക്കറ്റിംഗ് മിക്സിൽ പ്രോഡക്റ്റിനെ, പ്രൈസിനെ, പ്രൊമോഷനെ, പ്ലേസിനെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഇവിടെ പ്രോഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. അവിടെ ടൈപ്സ് ഓഫ് ഗുഡ്സ് ബേസ്ഡ് ഓൺ യൂസേജിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും ഗുഡ്സിനെ തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡ്യൂറബിൾ എന്നും നോൺ ഡ്യൂറബിൾ എന്നും തിരിക്കാറുണ്ട്. ടാഞ്ചിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടാഞ്ചിബിൾ ഗുഡ്സ് എന്നും ഇൻടാഞ്ചിബിൾ ഗുഡ്സ് എന്നും തിരിക്കാറുണ്ട്. പ്രൈസിംഗ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഗവൺമെൻറ് റെഗുലേഷൻസ് കേട്ടോ. 16ാമത്തെ ചാപ്റ്റർ അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പിൽ അഡ്വർടൈസിങ്ങും പബ്ലിസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ എന്താണ് അഡ്വർടൈസിങ്, എന്താണ് പബ്ലിസിറ്റി എന്ന് പഠിക്കാനും പറ്റും. വേഗം നോക്കിക്കോ. പേയ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു പെയ്ഡ് ഫോം ഓഫ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. അതായത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് ആരാണോ അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിക്കുന്ന ആൾ, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു കമ്പനി ഏതാണോ അവർക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കമ്പനി ഒരു പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം അല്ലേ. ദ ഫെയിം ഹാസ് ടു പേ ഫോർ ദ യൂസ് ഓഫ് സ്പേസ് ആൻഡ് ടൈം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുന്നതല്ലേ, അത്തരത്തിൽ പോസ്റ്ററുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ടൈം, അല്ലെങ്കിൽ ആരെങ്കിലും അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പബ്ലിസിറ്റി അങ്ങനെയല്ല, പേയ്മെൻ്റ് ഒന്നുമില്ല. ദ സ്പോൺസർ ഡസ് നോട്ട് മേക്ക് എനി പേയ്മെൻറ്റ് ടു ദി മീഡിയ ആസ് ദി ഇൻഫർമേഷൻ ഈസ് പബ്ലിഷ്ഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് വോളണ്ടിയർലി. ഉപയോഗിച്ച് ശീലമുള്ള ആൾക്കാർ അവരുടെ അനുഭവം പറയുന്നതിനകത്ത് പേയ്മെൻ്റ് ഒന്നുമില്ല. അതാണല്ലോ ഈ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അഡ്വർടൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഉണ്ടായിരിക്കും. ഏത് ബിസിനസ് ഫെയിമാണ് ഇത് അഡ്വർടൈസ് ചെയ്തത് എന്ന് നമുക്കറിയാൻ പറ്റും. പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. മീഡിയ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു വാർത്തയായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ. ദ അഡ്വർടൈസിംഗ് ഫെയിം ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ദ കണ്ടന്റ്, ടൈപ്പ്, സൈസ്, ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ മെസ്സേജ്. ഈ അഡ്വർടൈസിംഗ് ഫെയിമിന് അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ടൈപ്പ് എങ്ങനെയായിരിക്കണം, സൈസും ഡ്യൂറേഷനും, എത്ര തവണ ഇത് ആൾക്കാർ കാണണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനിക്കാം. പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ അങ്ങനെ കൺട്രോൾ ഉണ്ടോ? ഇല്ല. ദ കൺസേൺഡ് ഫെയിം ഹാസ് നോ കൺട്രോൾ ഓവർ ദി കണ്ടൻറ്റ്സ്, ടൈപ്സ് ആൻഡ് സൈസ് ഓഫ് ദി ഇൻഫർമേഷൻ. ഇനി പർപ്പസ്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കമ്പനിക്ക് ഫേവറബിളായിട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, കമ്പനിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് കിട്ടുന്നതിന് പോസിറ്റീവ് സൈഡ് മാത്രം ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഫേവറബിളും അൺഫേവറബിളും ആവും. ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെട്ട നെഗറ്റീവ് സൈഡും പറയാം, പോസിറ്റീവ് സൈഡും പറയാം. ടാർഗറ്റ് ഓഡിയൻസ്, ഈ പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണോ അവരെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം പബ്ലിസിറ്റി ജനറൽ പബ്ലിക്കിനെയാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ,
ഇനി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന മീഡിയാസ് ഒന്ന് നോക്കിയിട്ട് കയറണേ. ന്യൂസ് പേപ്പേഴ്സ് ഏതൊക്കെയാണ്? ന്യൂസ് പേപ്പേഴ്സ്, ടെലിവിഷൻ, റേഡിയോ, മാഗസിൻസ് ആൻഡ് ജേണൽസ്, ഫിലിംസ്, ഔട്ട്ഡോർ അഡ്വർടൈസിങ്. നിങ്ങൾ ഇതിലൊക്കെയാണ് പരസ്യം കാണുന്നത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുമ്പം അതിനകത്ത് 7 സ്റ്റെപ്പുണ്ട് സെയിൽസ്മാൻഷിപ്പിൽ. പ്രോസ്പെക്റ്റിംഗ്, പ്രീ അപ്രോച്ച്, പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, ആൻസറിങ് ദി ക്വറീസ് ഓർ ഒബ്ജെക്ഷൻസ് ആൻഡ് ദെയർ ക്ലാരിഫിക്കേഷൻ, ആക്ഷൻ ഓർ എൻഡിങ് ദ പ്രോസസ് ഓഫ് സെയിൽ, ഫോളോ അപ്പ് ഓർ ആഫ്റ്റർ സെയിൽ സർവീസ് എന്നിങ്ങനെ. അപ്പോൾ ഈ സെയിൽസ്മാൻഷിപ്പ് കസ്റ്റമേഴ്സിനെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും. ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലേ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ആ ഒരു പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് കസ്റ്റമേഴ്സിനുള്ള പ്രധാന ഗുണം എന്ന് പറയുന്നത്. ബിസിനസ്സുകാർക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പുതിയ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടും, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൊസൈറ്റിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിൽസ് പേഴ്സൺ ഇങ്ങനെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്താണ് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉള്ളത് അതൊക്കെ സെയിൽസ് പേഴ്സണ് ഈ കമ്പനിയെ അറിയിക്കാനോ ഒക്കെ പറ്റും അല്ലേ. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, ക്വാളിറ്റി പ്രോഡക്റ്റ് സൊസൈറ്റിക്ക് കിട്ടും. അങ്ങനെ നല്ല പ്രോഡക്റ്റുകളെ കുറിച്ചുള്ളൊരു ധാരണ സെയിൽസ് പേഴ്സൺസ് വഴി ഈ പറഞ്ഞ സൊസൈറ്റിക്ക് കിട്ടുമ്പോൾ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബിസിനസ്സുകാർ കൂടുതൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവർ ക്വാളിറ്റി പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങും. മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ സൊസൈറ്റിക്ക് കിട്ടും. അതൊക്കെ ഈ സെയിൽസ് പേഴ്സൺസ് ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ.